ഇനി ഡൽഹിയിലേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP സ്ഥാപകൻ അഭിജിത് ദിപ്കെ നിരാഹാര സമരം തുടങ്ങി. CJP പ്രവർത്തകരോടും നിരാഹാരം ആരംഭിക്കാൻ അഭിജിത് ദിപ്കെ ആഹ്വാനം ചെയ്തു. പ്രതിഷേധം നടത്തുന്ന CJP പ്രവർത്തകർ ജന്തർ മന്ദർ ഒഴിയണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ആശുപത്രിയിലുള്ള സോനം വാങ്ചുക്കിൻ്റെ തൻ്റെ അനുവാദം കൂടാതെ മരുന്നോ ഭക്ഷണമോ നൽകരുതെന്ന ഭാര്യ ഗീതാഞ്ജലി ജയാക്മയുടെ എക്സ്പോസ്റ്റ് വന്നിരിക്കുന്നു. അല്പസമയം മുമ്പാണ് സോനം വാങ്ചുക്കിനെ നിർബന്ധിതമായി ബലം പ്രയോഗിച്ച പോലീസ് സഫദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. PR അരവിന്ദ് ജന്തർ മന്ദറിൽ നിന്ന് ചേരുന്നു. അരവിന്ദ്, ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണ്? സംഘർഷത്തിന് ശമനം ഉണ്ടായോ? ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJP സ്ഥാപകൻ അഭിജിത് ദിപ്കെ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു. സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് ഡൽഹി പോലീസ് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം തൊട്ടടുത്ത മണിക്കൂറിൽ അടുത്ത നിരാഹാരം വരുന്നു. അഭിജിത് ദിപ്കെ എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ പിന്മാറില്ല എന്നാണ് CJP പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ PR അരവിന്ദ് വീണ്ടും ചേരുന്നു. അരവിന്ദ്, ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ CJP സ്ഥാപകൻ അഭിജിത് ദിപ്കെയുള്ള പ്രവർത്തകർ ഇപ്പോൾ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് സോനം വാങ്ചുക്കിനെ നിരാഹാര സമരത്തിന് വേളയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോലീസിന്റെയും അത് കൃത്യമായി തന്നെ ഡൽഹി ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കമെന്നത് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായി തന്നെ രാവിലെ ഡോക്ടർമാരടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും അപ്പോൾ CJP പ്രവർത്തകർ പറഞ്ഞു തങ്ങൾക്കൊപ്പമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവർക്കൊപ്പം മാത്രമേ ഈ വൈദ്യപരിശോധന നടത്താൻ സാധിക്കൂ എന്നതാണ്. പക്ഷേ പിന്നീട് ഡൽഹി പോലീസ് ഈ വേദിയിലേക്ക് കുതിച്ചു കയറുകയും പിന്നാലെ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അതിലിപ്പോൾ സോനം വാങ്ചുക്കിന്റെ ഭാര്യ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ തങ്ങളുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകളൊന്നും നൽകുക അല്ലെങ്കിൽ ഭക്ഷണം നൽകരുത് എന്നതാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിരാഹാര സമരം CJP പ്രവർത്തകരടക്കം നിരാഹാര സമരം അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുകൂടാതെ തന്നെ ഈ CJP പ്രതിഷേധ വേദിയായ ജന്തർ മന്ദറിലേക്ക് എത്താൻ സാധിക്കാത്തവർ അതാത് സംസ്ഥാനങ്ങളിൽ നിരാഹാര സമരം ആരംഭിക്കണം എന്നതാണ് ഇപ്പോൾ CJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച ഒരു പാർലമെന്റ് മാർച്ച് CJP പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ ഭയന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് നീക്കിയതെന്നാണ് പ്രധാന ആരോപണം ഉയർന്നു വന്നത്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ MP സഞ്ജയ് സിംഗ് അടക്കം ഇത് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. കാരണം കേന്ദ്ര സർക്കാരിന്റെ അഹങ്കാരമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.